എല്ലാവരോടും ആദ്യം ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് ഓടിക്കയറിയത്. 6 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ 6 മണിക്ക് എത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് ഈ പുസ്തകം മമ്മൂക്കനെ കൊണ്ട് പ്രകാശനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ തുടക്കത്തിനും എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മമ്മൂക്ക. അപ്പോൾ ഈ പുസ്തകം മമ്മൂക്ക പ്രകാശനം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്നും മമ്മൂക്ക വരാമെന്ന് സമ്മതിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് മമ്മൂക്കനെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ഒരു ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില ഡിലേ കാരണം മമ്മൂക്കക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. 10 മണിയെങ്കിലും ആവും മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കഴിയാൻ. അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് നമുക്ക് എന്നെ യാത്ര അയച്ചത്. ഞാനപ്പോൾ അവിടെ നിന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത്. ഇത്രയും സമയവും നിങ്ങൾ ബോറടിപ്പിക്കാതെ ഇവിടെ പാട്ടുപാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ തമ്പി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എല്ലാവർക്കും അറിയാം, എൻ്റെയും തമ്പിയുടെയും ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ്. ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെയുണ്ട്. ഒരു 4 or 5 സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പി എൻ്റെ ചെവിയിൽ പറയുന്നത്, ഈ എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം. ഒരു 10 സിനിമയിലെ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ 10 സിനിമയും ഏതാണെന്ന് തനിക്ക് കാണിക്കാൻ പറ്റണം. ഇന്ന സിനിമ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ്, അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത്. അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ്. എൻ്റെ കഥാപാത്രങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ്. സത്യമേവ ജയത എന്ന് പറയുന്ന സിനിമയാണ് 2000 ഇറങ്ങിയ ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത്. പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത്. അതുവരെ ഈ പൂവാലൻ റോളുകൾ മാത്രം ചെയ്തുകൊണ്ട് നടന്ന എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങിയത് തമ്പി സത്യമേവ ജയത എന്ന സിനിമ തന്നതിന് ശേഷമാണ്. തനിക്ക് ഏത് വേഷവും ചെയ്യും, തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും, തനിക്കിങ്ങനെ കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരോ എന്നൊക്കെ എപ്പോഴും വിളിച്ച് പറയുന്നതും ഓരോ കഥകൾ ഡിസ്കസ് ചെയ്യുന്നതും സിനിമയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതൊക്കെ തമ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും കളിയാക്കി പറയും. ഇപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെയിൽ നിന്ന് തമ്പിയെ വിളിച്ചിട്ട് പറയുന്നത്, വിജയ് തമ്പി എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത്, അല്ല സിദ്ദിഖിനെ പറ്റിയത് ഏത് റോളുണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും. അപ്പം അങ്ങനെ ഞാനിന്ന് നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ്. എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ്. എന്ത് കാര്യത്തിനും എപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങൾ അടുപ്പമുണ്ട്. ഞാൻ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തമ്പിയോട് ആലോചിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ്. തമ്പിയുടെ സിനിമ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിലുണ്ടായ ഒരു വ്യത്യാസം. അപ്പം ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ള ആളാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇങ്ങനൊരു സന്ദർഭത്തിൽ തമ്പി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ല വാക്കുകൾ സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാം. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഒരാൾ പോലും മാറി നിൽക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ വിജയ് തമ്പി, ജയൻ ചേർത്തല, വിനു മോഹൻ, വിദ്യ വിനു മോഹൻ, കലാഭവൻ റഹ്മാൻ, ഹരിശ്രീ അശോകൻ, ഇബ്രാഹിംകുട്ടി, എൻ്റെ സഹോദരൻ മജീദ് ക, കിരൺ രാജ്, എല്ലാവരും വേദിയിലേക്ക് വരണം. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സിദ്ദിഖ് അഹമ്മദിന് ഈ പുസ്തകം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. സിദ്ദിഖ് പ്ലീസ്. സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. ഒന്ന് എൻ്റെ മൂത്ത സഹോദരൻ മജീദ് ഇക്കാനെ ഞാൻ എൻ്റെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയാണുള്ളത്. ഇക്ക എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇക്കയാണ് എനിക്ക് ഈ സിനിമയിലേക്കുള്ളൊരു ഒരു സ്പാർക്ക് ഇട്ട് തരുന്നത്. സിനിമ എന്നൊരു താല്പര്യം എനിക്ക് ജനിക്കുന്നത് ഇക്ക കാരണമാണ്. ഇക്ക മുമ്പ് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമാ മാസികകളിലൂടെയാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതും നടന്മാർ ആരൊക്കെയാണ്, ഇവർ ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ നിർമ്മാതാക്കൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇക്ക പണ്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമാ മാസികകളിൽ നിന്നാണ്. ഇന്നും സിനിമാ സെറ്റുകളിൽ ഇരുന്നിട്ട് മമ്മൂക്കയൊക്കെ സിനിമയുടെ ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ പലതും എനിക്കും അതിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് അതെൻ്റെ സിനിമാ താല്പര്യം കൂടി കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുന്നു. അപ്പോൾ എനിക്ക് തുടക്കം കുറിച്ചത് ഇക്കയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക എന്നെക്കാൾ മുമ്പ് സിനിമയിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാനുള്ളൊരു എൻട്രി കിട്ടിയത്. അതിനുശേഷമാണ് ഇക്കയും സിനിമയിൽ വന്ന നിരവധി കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. ഇന്നും സിനിമയിൽ തന്നെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുള്ള എൻ്റെ മകനാണ്, എൻ്റെ മോൻ ഷഹീൻ. അവനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇക്ക സിനിമയ്ക്ക് നേരത്തെ വഴികാട്ടി എൻ്റെ മുൻഗാമിയായെങ്കിൽ എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന ആളാണ്. ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താല്പര്യം തോന്നി. സിനിമ തന്നെ മതി, സിനിമ തന്നെയാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ്. പക്ഷെ അവൻ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിരുന്നു അന്ന്. അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി. ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ്. അവരിന്ന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എവിടെയോ ഹെൽഡപ്പായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ട് അവിടെ സദസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു കുടുംബം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഇക്കനെയും മോനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് സംസാരിക്കാൻ. എൻ്റെ പേര് മജീദ്. ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ്. കാരണം എല്ലാവരും എന്നെ സിദ്ദീഖിൻ്റെ ഇക്ക എന്നാ പറയണം. എൻ്റെ പേര് പലർക്കും അറിയില്ല. പലരും ചോദിക്കാറുണ്ട് സിദ്ദീഖിൻ്റെ ഒക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നു പോയിട്ടാന്ന് പറയും. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം സിദ്ദീഖ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. എൻ്റെ ഉപ്പായോടും മറ്റുമൊക്കെ ഞാനിത് വിവരിക്കുകയാണ് ചെയ്തത്. നല്ലൊരു രംഗമാണ്, വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല ഇരുന്നുവെങ്കിലും പിന്നീട് ഉപ്പയും അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ദീഖ് സിനിമയിൽ വന്നത്. സിദ്ദീഖിൻ്റെ പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. അതിൽ ആളുകളുടെ ഫോട്ടോയിലൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ്. എഴുത്തുകാർ, കവികളൊക്കെ. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവൻ്റെ ഫേസ്ബുക്ക് മാസികയിൽ സിദ്ദീഖ് എഴുതിയ മുഖപ്രസംഗങ്ങൾ എനിക്കിഷ്ടമായി. നല്ല കയ്യക്ഷരമാണ്. അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ്. നല്ല കയ്യക്ഷരത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ ഒരു നല്ല ശൈലിയുണ്ട്. ഞാൻ വായിച്ച പുസ്തകമാണ്. നല്ല ഓർമ്മയുണ്ട്. ഓരോ കാര്യങ്ങളും ഓർമ്മിച്ചെഴുതിയിട്ടുണ്ട്. പിന്നെ എന്നെ ആകർഷിച്ചത് സമാഗമം എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ പരിപാടി. സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കും. കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ. എൻ്റെ അനുജനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല, ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. സിദ്ദീഖിൻ്റെ ജ്യേഷ്ഠനല്ലെന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. എന്നെ ഒരുപാട് കാലം ആളുകൾ വിളിച്ചിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്നാണ്. അപ്പോൾ അതിനൊന്ന് ഞാൻ പകരം വിട്ടിയതായിട്ട് കണക്കാക്കിയാൽ മതി.
എൻ്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കാനുള്ളത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ബുക്ക്, വാപ്സിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ്. ഇതിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സാപ്പിയെക്കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്നൊരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു ഞങ്ങൾക്ക് എത്ര വലുതായിരുന്നു സാപ്പി എന്നുള്ളത്. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു.